പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു നല്ല ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതോർത്ത് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ആയുസ് ആരോഗ്യം നീട്ടിത്തന്ന് ഒരു പുതിയ പ്രഭാതം, ഒരു പുതിയ ദിവസം, ഒരു പുതിയ തുടക്കത്തോടെ ജീവനോടെ ശക്തിയോടെ പ്രാർത്ഥനയോടെ ആരംഭിക്കുവാൻ തക്കവണ്ണം ഒരു ദൈവവചന ചിന്ത, ആ ശകലങ്ങൾ മനസ്സിൽ കുറിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതം നമുക്ക് ആരംഭിക്കുവാൻ ആധാരമായി ഒരു വചനം വായിച്ചു കേൾപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 23-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. പുറപ്പാട് 23-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഇതാ, വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. കേട്ടിട്ടുള്ള വചനമാണ്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അറിയാം, പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം കൂടി ആയതുകൊണ്ട് ഇത് പറയുന്നത് ആരോടാണെന്ന്. ഇസ്രയേൽ ജനത്തോട് മോശയിൽ കൂടി അരുളി ചെയ്യുന്ന ഒരരുളപ്പാടാണ്. വാക്തത്വം കേട്ടിറങ്ങിപ്പോന്ന മോശ, ഒന്നുകൂടെ പറഞ്ഞാൽ ജനനത്തിങ്കലെ വാക്തത്വത്തിനെതിരായിട്ട് പിശാച് തകർക്കും എന്നു പറഞ്ഞുവെങ്കിലും വാക്തത്വം തന്ന ദൈവം മറ്റെല്ലാ തടസ്സങ്ങളെയും മാറ്റി, ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്ത ജനിക്കുന്ന ആൺ തലമുറയൊക്കെ നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലപ്പെടണമെന്നുള്ള രാജകീയ നിയമം, രാജ്യത്തിൻ്റെ നിയമം നിലനിൽക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ ടൈമിൽ ജനിക്കപ്പെട്ട മോശ നിയമസാധുതയനുസരിച്ച് നൈൽ നദിയിൽ എറിയപ്പെട്ട് ജന്മനാ ജീവൻ തീരേണ്ട, ജീവിക്കാൻ അവസരമില്ലാത്ത, ജീവിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ട മോശ. പക്ഷേ വാക്തത്വം എന്ന് പറയുന്ന, ദൈവിക വാക്തത്വം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ നിക്ഷേപമുണ്ട് എന്നൊരൊറ്റ കാരണത്താൽ സാഹചര്യത്തെയും നിയമത്തെയും അതിജീവിച്ച് ജീവനിലേക്ക് മടങ്ങി വന്ന മോശ എങ്ങനെയാണെന്ന് നമുക്കറിയാം. നൈൽ നദിയിൽ എറിഞ്ഞു കൊന്നുകളയുവാൻ മനസ്സില്ലാതെ അപ്പനും അമ്മയും 3 മാസം ഒളിപ്പിച്ച് ഞാങ്ങടെ പെട്ടകത്തിനകത്തു വെച്ച് നൈൽ നദിയിൽ ഒഴുക്കി വിടുമ്പോൾ അന്ന് വരെ നൈൽ നദിയിൽ വരാത്ത ആ രാജകൊട്ടാരത്തിലെ രാജകുമാരി തോഴിമാരുമായിട്ട് നൈൽ നദിയിൽ വരിക. ഇവിടെയാണ് ദൈവത്തിൻ്റെ ടൈമിങ്. മനുഷ്യന്റെ ടൈം തെറ്റിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ ടൈമിങ് കറക്റ്റാ. ഒന്ന് ചിന്തിച്ചേ, ആ ദിവസം തന്നെ രാജകുമാരി പോട്ടെ, ആ ദിവസം തന്നെ രാജകുമാരി നൈൽ നദിയിൽ കുളിക്കാൻ വന്നു. പോരാ, ആ ടൈമിൽ തന്നെ വന്നു. പോരാ, ആ നൈൽ നദിയിൽ ഒഴുകിപ്പോകുന്ന പെട്ടകത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഏത് ടൈമിലാണോ, ഏത് മണിക്കൂറിലാണോ, ഏത് മിനിറ്റിലാണോ, ഏത് നിമിഷത്തിലാണോ ഈ കുഞ്ഞിനെ ഒഴുക്കി വിട്ടേ, അതേ നിമിഷത്തിൽ, അതേ മിനിറ്റിൽ, അതേ മണിക്കൂറിൽ, അതേ ദിവസം രാവിലെയാണ് ഈ ഫറവോന്റെ പുത്രി നൈൽ നദിയിൽ കുളിക്കാൻ വരുന്നത്. ഈ ദൈവത്തിന്റെ ടൈമിംഗ് ഉണ്ട് കുഞ്ഞെ. ഒന്നാമതൊരു ദൂത് പറയട്ടെ, ദൈവത്തിന് നിന്റെ മേലൊരു ടൈമിംഗ് ഉണ്ട്. മാനുഷിക ടൈമിംഗ് മാറി നിൽക്കുമ്പോൾ ദൈവത്തിന് നിന്റെ മേലൊരു ടൈമിംഗ് ഉണ്ട്. ദൈവത്തിനൊരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിംഗ് പെർഫെക്റ്റ് ആയിരിക്കും. ലോകത്തിൽ ആരും മായ്ച്ചാലും മാറ്റിക്കളയാത്ത, പിശാച് തടഞ്ഞാലും തടയാൻ പറ്റാത്തൊരു ടൈമിംഗ് ഉണ്ട്. ഇന്ന് ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പറയട്ടെ. 3 മാസം കഴിഞ്ഞ് 3 മാസം ഒളിപ്പിച്ചു വെച്ചു ദിവസങ്ങൾ എണ്ണി ഈ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി ഓമനത്വം തുറമെന്ന് കുഞ്ഞിനെ നോക്കി പുറത്തു കളയണമല്ലോ, നൈൽ നദിയിൽ കൊന്നുകളയും, ഒഴുക്കിവിടും എന്നൊക്കെ പറയുമ്പോൾ ഒരു വസ്തുത പറയാം. ദൈവത്തിന്റെ വാക്തത്വം എന്ന നിക്ഷേപം നിന്റെ മേലോ, നിന്റെ കുടുംബത്തിന്റെ മേലോ, നിന്റെ തലമുറയുടെ മേലോ ദൈവത്തിന്റെ വാക്തത്വം, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ഹിതം നിന്റെ മേലുണ്ടോ? നീ ഉറച്ചു വിശ്വസിച്ചോ? ദൈവവൈതലേ, നീ ഉറച്ചു വിശ്വസിച്ചോ? വാക്തത്വത്തോടൊപ്പം, വാക്തത്വത്തോടു കൂടി, അതേ വാക്തത്വത്തോടു കൂടി ദൈവിക പ്രൊട്ടക്ഷൻ നിനക്കുണ്ട്. വാക്തത്വം ഇതാണ്. മോശ ജനത്തെ ലിബറേറ്റ് ചെയ്യും, വിടുവിക്കും. മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് സ്വന്തമായ ദേശം കൊടുക്കും. ഹിത്യരും ഇബൂസിനും ഗിർഗശിനും ഒക്കെ പാർക്കുന്ന കനാൻ നാട് ജനത്തിന് വിഭാഗിച്ചു കൊടുക്കാൻ നയിക്കപ്പെടുന്ന ലീഡറാണ് മോശ.
വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഫറവോന്റെ കൊട്ടാരത്തിൽ ജീവിച്ച മോശയെ പിശാച് പിന്തുടർന്നു. അതാ ഒരു കാര്യം. മറ്റെല്ലാ സഹോദരന്മാരും ജീവിച്ചിരിക്കും, മറ്റെല്ലാവരും ജീവിക്കും, മറ്റാർക്കും കുഴപ്പമില്ലാത്തപ്പോൾ നിനക്ക് മാത്രം ഒരു പ്രതിസന്ധി, നിനക്ക് മാത്രം തടസ്സം, നിന്റെ കാര്യങ്ങൾക്ക് മാത്രം ഒരു തടസ്സം വരുന്നെങ്കിൽ കുഞ്ഞെ, ഇന്ന് നീ സംശയിക്കേണ്ട. നിന്റെ മേൽ വാക്തത്വമുണ്ട്, നിന്റെ മേൽ ഒരു നിയോഗം കിടപ്പുണ്ട്, നിന്റെ മേൽ പുറത്തു കൊണ്ടിരുന്ന ജനത്തെ പുറത്തു കൊണ്ടിരുന്ന വലിയൊരു നിയോഗം നിന്റെ മേൽ കിടപ്പുണ്ട്. നോക്കൂ, ഈ മോശ കൊട്ടാരത്തിൽ വളരുമ്പോൾ തൻ്റെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ട്, ആ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായി മോശയെ പുറത്തേക്ക് കൊണ്ടുവന്ന് തൻ്റെ ജനത്തിന്റെ ആ വിടുതലിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ മോശയുടേതായ രീതി ട്രൈ ചെയ്യുമ്പോൾ തമ്പുരാൻ പറഞ്ഞു വേണ്ട. തമ്പുരാൻ പറഞ്ഞു നിർത്ത. നിന്റെ രീതിയല്ല ദൈവത്തിന്റെ പദ്ധതി, നിന്റെ വഴിയല്ല ദൈവത്തിന്റെ പദ്ധതി, നിന്റെ വഴിയല്ല ദൈവത്തിന്റെ വഴി, നിന്റെ പദ്ധതിയല്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് കുഞ്ഞെ നിന്നെക്കുറിച്ചൊരു വഴിയുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു വഴിയുണ്ട്. ആ വഴികൾ വ്യത്യസ്തമാണ്, ആ പദ്ധതി വ്യത്യസ്തമാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി വ്യത്യസ്തമാണ്, ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള വഴികൾ വ്യത്യസ്തമാണ്. ദൈവം പറഞ്ഞു, നീ മോശയുടേതായ രീതി ചിന്തിച്ചപ്പോൾ ദൈവം പറഞ്ഞു അതല്ല കുഞ്ഞേ, മോശ വ്യത്യസ്തമായിട്ട് മോശയോട് പറഞ്ഞു. അവിടെ നിന്ന് മോശയുടെ വഴി നോക്കിയപ്പോൾ മോശ ഓടിപ്പോയി. അതേ, യിത്രോവിന്റെ അടുക്കൽ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. 40 വർഷം മോശയെ മെരുക്കി ദൈവത്തിന്റെ വാക്തത്വത്തിന്റെ ദൈവത്തിന്റെ വാക്തത്വത്തിന്റെ പ്രയോജനം എങ്ങനെയെന്ന് പറഞ്ഞ് 40ാമത്തെ വർഷം അവസാനിക്കുമ്പോൾ ഒരു തെയോഫനി, ദൈവത്തിന്റെ പ്രത്യക്ഷത മോശയ്ക്ക് കിട്ടുക, നിയോഗങ്ങൾ ഏറ്റെടുക്കുന്ന പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ വാക്തത്വത്തിന്റെ തുടക്കം അവിടെ ആരംഭിക്കുക. ജനത്തെ വിടുവിക്കുന്ന ആ വാക്തത്വത്തിന്റെ തുടക്കം. ആ വാക്തത്വത്തിന്റെ തുടക്കത്തിൽ ദൈവ നിയോഗത്താൽ മുൾപ്പടപ്പ് കത്തുന്നു. വെന്തുപോകാതിരിക്കുന്ന ഈ ഭയങ്കര കാഴ്ച എന്തെന്ന് കാണാൻ മോശ അടുത്തു വരുമ്പോൾ മോശയോട് പറയുക, കുഞ്ഞെ നീ മാറി നിൽക്ക്, ചെരുപ്പൂരി എറിഞ്ഞുകളൊക്കെ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. നിയോഗത്തിലേക്ക് മോശ കിടക്കുകയാണ്. എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു, ജനത്തിന്റെ നിലവിളി കേട്ടു, അവരെ വിടുവിപ്പാൻ നിന്നെ നിയോഗിക്കും. മോശ പറഞ്ഞു വേണ്ട കർത്താവേ, ഇല്ല, നിയോഗം നിന്റെ മേൽ കിടപ്പുണ്ട്. കുഞ്ഞെ, നീ നിന്റേതായ വഴിയിൽ പോകുമ്പോൾ ദൈവം തടയും, പക്ഷെ ദൈവത്തിന്റെ വഴിയിൽ നിന്നെ കൊണ്ടുവരുമ്പോൾ നീ വേണ്ടെന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ നിയോഗിച്ചാക്കിയിരിക്കുകയാണ്. ദൈവത്തിന്റെ നിയോഗത്താൽ മോശ മടങ്ങി ചെല്ലുക. ഏത് ദേശത്ത് നിന്നെ ഓടിച്ചു കളഞ്ഞോ, ഏത് രാജ്യത്ത് നിന്നെ കയറ്റുകയില്ലെന്ന് പറഞ്ഞോ, ഏത് കൊട്ടാരത്തിൽ നിന്നെ നിർത്തുകയില്ലെന്ന് പറഞ്ഞോ, ഏത് സ്ഥലത്ത് നിന്നെ നിർത്തുകയില്ലെന്ന് പറഞ്ഞോ, ആ രാജ്യത്ത് തന്നെ, ആ ദേശത്ത് തന്നെ, ആ കൊട്ടാരത്തിൽ തന്നെ നിർത്തുക മാത്രമല്ല, ജനത്തെ വിടുവിക്കാനുള്ള ദൗത്യം കൂടെ ദൈവം ഏൽപ്പിച്ചു വിടുകയാണ്. അവിടെ നിന്ന് ജനത്തെ ലിബറേറ്റ് ചെയ്ത് 10 ബാധകൾ കൊണ്ട് ലിബറേറ്റ് ചെയ്ത് ചെങ്കടൽ കടന്നു വരുമ്പോ മോശ ഈ ജനത്തെയുമായിട്ട് നടക്കുമ്പോൾ ദൈവം ഒരു ദൂത് കൊടുക്കുന്നത് നമ്മൾ വായിച്ച വാക്യം, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം ഹൃദയത്തിലേക്ക് ഒന്നെടുത്തേ. ആ അവസാനത്തിൽ നിന്ന് ആരംഭത്തിലേക്ക് പറയാം, ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു, ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. നിന്റെ യാത്രയ്ക്ക് മുൻപാകെ നിന്റെ ഒരു ദൈവത്തിന്റെ ദൂതനെ, നിന്റെ തലമുറ പോകുമ്പോൾ ദൈവത്തിന്റെ ദൂതനെ, നിന്റെ ഭാവിക്ക് മുമ്പാകെ ദൈവത്തിന്റെ ദൂതനെ, നിന്റെ പദ്ധതിക്ക്, നിന്റെ ജോലിക്ക് മുമ്പാകെ, നീ അയക്കുന്ന ആപ്ലിക്കേഷൻ മുമ്പാകെ, നിന്റെ സാഹചര്യത്തിന് മുമ്പാകെ ഒരു ദൈവത്തിന്റെ ദൂതനെ അയക്കുന്നു. ഞാൻ എന്റെ ദൂതനെ, ഒരു ദൂതനെ കുഞ്ഞെ നിനക്ക് മുമ്പാകെ, നിനക്ക് പ്രതിസന്ധിയായിട്ട്, നിനക്ക് വേദനയായിട്ട്, നിനക്ക് വിഷമമായിട്ട് തോന്നുന്ന കാര്യത്തിന് മുൻപിൽ ഇതാ ദൈവം തന്റെ ദൂതനെ അയക്കുകയാ. ദൈവം ഒരു ദൂതനെ അയക്കുന്നു. ദൈവം നിയമിച്ചാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് ആ ദൂതൻ നിന്നെ കൊണ്ടുപോകും. ഏത് പദ്ധതിയാണോ നിന്നെ കുറിച്ചുള്ളത്, നിന്റെ കഴിവും നിന്റെ പ്രാപ്തിയും നിന്റെ മിടുക്കും മാറ്റിവെച്ചോ, നിന്റെ അത് അവസാനിക്കുന്നിടത്ത് ദൈവത്തിന്റെ ദൂതൻ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകും. മാത്രമല്ല, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ 2 കാര്യമാണ്. വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന്, ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് വരെ, ഏതാണോ നിന്റെ ഡെസ്റ്റിനേഷൻ, ഏതാണോ നിന്റെ ഡെസ്റ്റിനി, ആ ഡെസ്റ്റിനിയിൽ എത്തുന്നത് വരെ, അവിടെ എത്തിക്കുന്നത് വരെ വഴിയിലുള്ള തടസ്സങ്ങൾ മാറ്റി, വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി, തടസ്സം മാറ്റി നിന്നെ എത്തിക്കാൻ ദൈവം ഒരു ദൂതനെ നിനക്ക് മുമ്പാകെ അയക്കുന്നു.
ഇതൊന്ന് വിശ്വസിച്ചാൽ മതി. ദൈവത്തിന്റെ ദൂതന്റെ ഒരു പ്രൊട്ടക്ഷൻ നിനക്ക് ചുറ്റും, നിന്റെ തലമുറയ്ക്ക് ചുറ്റും ഉണ്ടെന്ന് നീ ഒന്ന് വിശ്വസിച്ചേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞെ നീ വിശ്വസിച്ചേ, ദൈവദൂതന്റെ പ്രൊട്ടക്ഷൻ ഇതാ. അവൻ നിനക്ക് ചുറ്റും പാളയമിറങ്ങി, ദൈവത്തിന്റെ ദൂതൻ നിനക്ക് ചുറ്റും പാളയമിറങ്ങി നിന്നെ വിടുവിക്കുന്നു. ദൈവദൂതന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന്, ദൈവദൂതന്റെ പാളയമിറങ്ങി വിടുവിക്കുന്ന ദൈവദൂതൻ നിന്നെ നടത്തുന്ന ഡെസ്റ്റിനേഷനിലേക്ക് നിന്റെ തടസ്സങ്ങളെ മാറ്റുന്ന ദൂതനുണ്ടെന്ന്, ഡെസ്റ്റിനേഷൻ വരെ നിന്നെ എത്തിക്കുന്ന സ്ഥാനത്തേക്ക് നിന്നെ എത്തിക്കുന്ന ഒരു ദൈവദൂതൻ നിന്റെ കൂടെയുണ്ടെന്ന് നീ ഒന്ന് ഉറച്ചു വിശ്വസിച്ചേ കുഞ്ഞെ. ദൈവത്തിന്റെ ദൂതൻ നിന്റെ കൂടെയുണ്ട്. ദൈവത്തിന്റെ ദൂതൻ നിന്റെ കൂടെയുണ്ട്. ദൈവം തന്റെ ദൂതനെ നിനക്ക് മുമ്പായിട്ട് അയച്ചിരിക്കുന്നു. ഒന്ന് എടുത്തു പറഞ്ഞേ, ദൈവം തന്റെ ദൂതനെ എനിക്ക് മുമ്പായിട്ട് അയച്ചിരിക്കുന്നു. ദൈവം തന്റെ ദൂതനെ എൻ്റെ ഈ പ്രതിസന്ധിയിൽ, എൻ്റെ ഈ വേദനയിൽ ദൈവം തന്റെ ദൂതനെ എനിക്ക് മുമ്പായി അയച്ചിരിക്കുന്നു. ദൈവം തന്റെ ദൂതനെ എനിക്ക് മുമ്പായി അയച്ചിരിക്കുന്നു. വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാം, ദൈവം തന്റെ ദൂതനെ എനിക്ക് മുമ്പായി അയച്ചിരിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ജനത്തിന് കൈമാറുന്നു. ദൈവം തന്റെ ദൂതനെ എനിക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ജനത്തിന്, വചനം കേട്ട ജനത്തിന് അതേ വചനം കൈമാറുന്നു. ദൈവം തൻ്റെ ദൂതനെ എനിക്ക് മുമ്പേ അയച്ചു. വിശ്വാസത്തോടെ പ്രഖ്യാപിക്കട്ടെ, അങ്ങനെ സംഭവിക്കുന്നു. ആ പ്രതിസന്ധിയുടെ, ആ വേദനയുടെ, ആ കാര്യങ്ങളുടെ മുമ്പിൽ ദൈവം ദൂതനെ അയച്ചിരിക്കാൻ സ്തോത്രം. ഇത് മറുപടിയായി വരും. അത് സംഭവിച്ചിരിക്കാൻ സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യോഹന്നാൻ സ്നാപകന്റെ പിതാവായ സെക്കരിയാവ് അതേ ധൂപം കാണിക്കുമ്പോൾ ഒരു വാക്ക് ദൈവദൂതൻ വന്ന് ഇങ്ങനെ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ആ ദൂതൻ ഈ ജനത്തിനു വേണ്ടി ഇറങ്ങുന്നതിനായി സ്തോത്രം. കർത്താവെ, തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇരിക്കാൻ സ്തോത്രം. എല്ലാ മാനവമഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിൻ്റെ വിശാലവേറിയ ചെറുകടിയിൽ നമ്മളെല്ലാവരെയും മറക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.